ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക. എൻ്റെ കണ്ണൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാനൊന്ന് ഓടിപ്പായി മുഖമൊക്കെ ഒന്ന് കഴുകി നമുക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയിട്ടിടാം. പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നുമില്ല. വീട് തുടങ്ങുമ്പോൾ നമുക്ക് നോക്കാം. കുറേ ആയി ഞാൻ വീഡിയോസ് ഇട്ടിട്ട് എന്നുവെച്ചാൽ എനിക്ക് ഇടാനുള്ളൊരു സമയവും അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി ഒരു സമയം ഉണ്ടാവാറില്ല. അപ്പം ഇന്നായാലും പ്രത്യേകിച്ച് ഇടാനൊന്നും ഇല്ല. പക്ഷേങ്കിൽ നമ്മൾ വെറുതെ എടുത്ത് തുടങ്ങുകയാണ്. എന്തെങ്കിലും കിട്ടുമായിരിക്കും, നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഒന്ന് പോയി റെഡിയായിട്ട് വേഗം വരാം. ഞാൻ നേരെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് വെറുതെ വാതിലോർന്ന് പുറത്ത് പോയി നിന്നിട്ടോ. പുറത്ത് പോയി നിന്നപ്പം നല്ലൊരു വ്യൂ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർ നിൽക്കുന്നവർക്ക് റിലേറ്റബിൾ ആയിരിക്കും. നമ്മൾ ബാൽക്കണിയിലോ അല്ലെങ്കിൽ ടെറസിലൊക്കെ വൈകുന്നേരം പോയിരുന്നാൽ നല്ല വ്യൂ ഒക്കെ കിട്ടും. അപ്പം ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ ബിൽഡിങ്ങിൽ 2 പിള്ളേർ, 2 3 പിള്ളേരുണ്ട്. അവർ കളിക്കുക അവിടെ നിന്ന് ഗൈസ്. അവിടെ നിന്ന് ബഹളവും ബഹളവും എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് പറമ്പും അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലെ പിള്ളേരൊക്കെ വന്ന് മണ്ണിലും അങ്ങനെയൊക്കെ കളിക്കില്ലേ. ഇവിടെയുള്ള പിള്ളേർ ഇങ്ങനെയാണ് കളിക്കുന്നത്. ഞാനത് താഴെ നോക്കിയപ്പോൾ താഴെ റോഡില്ല, മൊത്തം പൊളിച്ചിട്ടേക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ പൈപ്പിൻ്റെ പണിയോ എന്തോ കഴിഞ്ഞാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ടോ പകുതി റോഡുണ്ട്, നമുക്ക് പകുതി റോഡില്ല. എപ്പം പുറത്ത് വന്ന് നോക്കിയാലും ഇവിടെ എന്തെങ്കിലും കുത്തിപ്പൊളിക്കലും പുതിയതായിട്ട് എന്തെങ്കിലും വരും. നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തായിരിക്കും മുമ്പിലുണ്ടായിരുന്ന ബിൽഡിങ്ങൊക്കെ കാണാണ്ടാവുന്നത്. അങ്ങനെ ഓരോ ദിവസം പുതിയ പുതിയ ബിൽഡിങ്ങും പിന്നെ റോഡിൻ്റെ പണിയും അങ്ങനെയായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. നോക്കുക ഗൈസ്, ഈ പിള്ളേരൊക്കെ ഈ ടെറസിൽ എന്ത് കളിക്കാനാ. ഒരു ബോൾ പോലും അങ്ങോട്ട് അടിച്ച് മരയെ കളിക്കാനുള്ള ഇതുപോലും ആ പിള്ളേർക്ക് ഉണ്ടാവില്ല. പിന്നെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ മുഖമൊക്കെ കഴുകി വന്നു. പക്ഷെ വന്നാൽ നമുക്ക് മനസ്സിലാവും ഗേൾസിനുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് കബോർഡ് തുറന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ടെൻഷനായിരിക്കും. എന്തിടും, ഒന്നുമില്ല ഇടാൻ. അതാണ് നമ്മുടെ എപ്പോഴത്തെയും അവസ്ഥ. പിന്നെ കുറേ നേരം ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് പിന്നെ പുറത്തോട്ട് കുറേ നേരം നോക്കിയിരുന്ന് എന്ത് ചെയ്യും പോണോ വേണ്ടേ, അതായിരിക്കും അടുത്ത ടെൻഷൻ. പിന്നെ കിട്ടിയൊരു കുർത്തയൊക്കെ എടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുർത്തയൊക്കെ എനിക്കിപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. പുറത്ത് നല്ല പിള്ളേരുടെ ഒച്ച ഉണ്ടാവണം. എൻ്റെ ഒച്ച കേൾക്കില്ലോ എന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ പുറത്ത് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറയും എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ ഞാൻ സാധാരണ ഈ കുർത്തയൊക്കെ ഇടാൻ അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ള ആളല്ല. പക്ഷേ എങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കുർത്താസൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് പുറത്തോടുമ്പോൾ നമുക്കൊരു കുർത്തിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റെ ഒച്ച കേൾക്കണോ അറിയില്ല. ബാക്കിൽ ആ പിള്ളേരുടെ ഒച്ച ഉണ്ടല്ലോ ഇവിടെ, നല്ല ഒച്ച. നിങ്ങൾ കേൾക്കട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയണം, പക്ഷെ നല്ല ഒച്ച ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ലാസ്റ്റ് പരിപാടികളൊക്കെ ഒന്ന് തട്ടുകൂട്ട് പരിപാടികൾ എന്തെങ്കിലും അതും കൂടി തീർത്തിട്ട് നമുക്ക് നേരെ പുറത്തോട്ടിറങ്ങാം. എന്താ ഉണ്ടാവുക എന്താന്ന് വെച്ചാൽ എനിക്കൊന്നും അറിഞ്ഞൂടാ ഗൈസ്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇതിനകത്ത് കാണിക്കാൻ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നോക്കാം അല്ലേ. അങ്ങനെ നമ്മൾ നല്ല റൂമിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ താഴേക്ക് നമ്മൾ റൂമിൻ്റെ ആദ്യം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. റോഡ് ഞാൻ കാണിച്ചിരുന്നു നേരത്തെ. റോഡ് മൊത്തം പൊളിച്ചിട്ടുണ്ട്, റോഡില്ല, ഫുള്ള് മണ്ണ് മാത്രമേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് പുള്ളിക്കാരി അവിടെ തന്നെ കഷ്ടപ്പെടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളെ വീട്ടിന് മുമ്പ് നമ്മളാണല്ലോ വൃത്തിയാക്കി വെക്കുന്നത്. അങ്ങനെ ഞാൻ നടന്നിട്ടുണ്ടല്ലോ ഗൈസ്. നടന്ന് തലശ്ശേരിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അവന്മാരുടെ റൂം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അപ്പം അവിടെ പോയിട്ട് അവരെയും കൂട്ടിയിട്ട് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി വരാം. അപ്പം എന്നെ ഒന്നും കാണുന്നുണ്ടാവില്ല അല്ലേ, ഇരുട്ട് കിടക്കുന്നുണ്ടോ ഗൈസ്. നോക്കട്ടെ, അവിടെ വെളിച്ചുള്ള സമയത്ത് നമുക്ക് എടുക്കാം. അങ്ങനെ നേരെ അവിടെ നിന്ന് അവരെയും കൂട്ടി ഞങ്ങൾ നേരെ തലശ്ശേരിക്ക് വന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യാമറ ഓണായിരിക്കുന്ന കണ്ടപ്പോൾ നിഫാസിന് ഭയങ്കര ചിരി. അവന് ക്യാമറ നോക്കി ചിരിക്കാൻ വയ്യ. അവനല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കട്ടോ, ഇതൊന്നും വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, വ്ളോഗർ വന്നു അവനിങ്ങനെ പറയണേന്ന്. പക്ഷേ എങ്കിൽ ഞാൻ വീഡിയോ ഓണാക്കുന്ന കണ്ട അവന് ചിരി സഹിക്കാൻ പറ്റില്ല. അവിടെയാണെങ്കിൽ പതിവില്ലാത്ത ഭയങ്കര തിരക്ക്. ഞങ്ങൾ പോയപ്പോൾ ലേറ്റ് ആയിട്ട്, അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടായില്ല. കുറച്ച് നേരം ഞങ്ങൾ പോസ്റ്റ് അടിച്ച് അവിടെ ഇരുന്ന്. ഈ തലശ്ശേരിയും റാറാസും 2 ഹോട്ടലും അപ്പുറം ഇപ്പുറം കേട്ടോ. അപ്പം ഞങ്ങൾ ഒന്നെങ്കിൽ 2 ഓപ്ഷൻ ആയിരിക്കും. ഒന്നെങ്കിൽ തലശ്ശേരി പോയി ഫുഡ് കഴിക്കണോ, റാറാസിൽ പോയി ഫുഡ് കഴിക്കണോ, അതാണ് എപ്പോഴുള്ള ഓപ്ഷൻ.
പിന്നെ അവിടെ ഇരുന്ന് ഞാൻ കട്ട പോസ്റ്റായി. എല്ലാവരും ഓരോരോ വഴിക്ക് ഫോണും വിളിച്ച് നടന്നു. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുകയാണ് കഴിച്ചത്. എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. ആ ചാർജ് ഇല്ലാണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ സംഗീതം ഉണ്ടായിരുന്നു, ഷെബാട്ടി ഉണ്ടായിരുന്നു, ശ്രീകുട്ടൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ബിലാലിക്ക് വന്നായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ചായ പിടിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ ഷെബാട്ടിനെയും കാണുന്നില്ല, സംഗീതനെയും കാണുന്നില്ല. അവരെയാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ബിലാലിക്ക ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ വിചാരിച്ചു ബിലാലിക്കിൻ്റെ അല്ല വേറെ പുറകിലുള്ള ആരും എടുക്കുന്നതെന്ന്. ഇതെന്താ സാധനം എന്ന് മനസ്സിലായി. നമ്മുടെ നാട്ടിൽ ആര്യവേപ്പ് തന്നെയല്ലേ എല്ലാവരും പറയാം. ഇവിടെ എല്ലായിടത്തും ഇത് കൊലച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇവർക്ക് യൂസ് അറിയാത്തതുകൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് അവർ വന്നപ്പോൾ ഞങ്ങൾ ചുമ്മാ സമയം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് 10:30 ആകുമ്പോഴേ തങ്കപ്പം വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ബൈക്കെടുത്തിറങ്ങി പുറത്തോട്ടിറങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കെടുത്ത് നടന്നു. അത് കഴിഞ്ഞപ്പോൾ കുട്ടൻ പറഞ്ഞു കുട്ടൻ്റെ വണ്ടി വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ ഒരു കട കണ്ടു. പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞങ്ങളൊന്ന് അവിടെ നിന്ന് കഴുകാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ കുട്ടൻ്റെ വണ്ടി കഴുകുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആകാനായിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ പുള്ളി ഇങ്ങനെ പണിയെടുക്കുന്ന കണ്ടപ്പം ഞാൻ അത് മാത്രം എടുത്ത് കഴിഞ്ഞ പാട് ഫോൺ സ്വിച്ച് ഓഫായി. ഇത്ര വരെ എനിക്ക് അതിനകത്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ തങ്കപ്പം വന്ന് അവൻ്റെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാൻ കുറച്ച് നേരം ചാർജ് ചെയ്തിട്ട് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ നെയ്യിലെ തലശ്ശേരി പോയിട്ട് അവിടുന്ന് ബിരിയാണിയും പിന്നെ അവിടെ സ്പെഷ്യൽ കോംബോ ഒക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഫുഡും കഴിച്ച് അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. ഞാനാണെങ്കിൽ ഇതിന് എൻഡിങ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫോണിലുള്ള ചാർജർ ഇല്ലായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അർജുനൻ്റെ കളിയിലുണ്ട് അത് നേരെ കണ്ടിട്ട് നേരെ റൂമിലേക്ക് പോയി. ഇന്ന് അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.